കാമുകന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പെൺകുട്ടികൾ അത്യാവശ്യമായിട്ട് മനസ്സിലിരുത്തേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ അന്ധമായിട്ട് ഒരു പുരുഷനെ സ്നേഹിച്ചാൽ സംഭവിക്കാൻ പോണ ദുര്യോഗം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു കമ്പനിയിലെ HR മാനേജറായ യുവതി നട്ടപ്പാതിരയ്ക്ക് 3 പുരുഷന്മാർ പീഡിപ്പിച്ചതിന് ശേഷം തുണി കൂടാതെ ഓടി പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചതിന് സമാനമായ അവസ്ഥ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി കാമുകിയായിട്ട് മാറുമ്പോൾ അവൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നത് മാറ്റി നിർത്തി പകരം ആത്മാർത്ഥമായ സ്നേഹം അല്ലെങ്കിൽ വികാരം കൊണ്ട് മാത്രമായിരിക്കും അപ്പുറത്തുള്ളയാളെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷൻ്റെ ഗുണദോഷങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രദ്ധിക്കാറുമില്ല. പിശുക്ക് എന്നത് കാമുകന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല. അതൊരു തമാശയായിട്ടൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ദിവസം നടന്ന ആ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ കാമുകൻ്റെ മുടിഞ്ഞ പിശുക്കാണ്. നട്ടപ്പാതിരയ്ക്ക് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആളുതാമസമില്ലാത്ത ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകുവാൻ സന്മനസ് കാണിച്ച കാമുകൻ. അവൻ ഒരു ഹോട്ടൽ റൂമിലെടുത്താൽ 10,000 10,500 രൂപയെ പോകുള്ളൂ. അതിനുള്ള ധൈര്യമോ ശേഷിയോ അല്ലെങ്കിൽ തുട്ടിറക്കാനോ മനസ്സില്ലാത്ത ഒരു തെണ്ടിയെ ഒരു HR മാനേജർ പ്രേമിച്ചു എന്നുള്ളത് വലിയൊരു മണ്ടത്തരമായിപ്പോയി. അവസാനം കാമുകിയും കാമുകനോട് നട്ടപ്പാതിരയ്ക്ക് സല്ലപിക്കാനായിട്ട് ആളൊഴിഞ്ഞ് കെട്ടിടത്തിൽ ചെല്ലുന്നു. അവിടെ 2-3 പേര് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും കൂടെ ഇവളെ ആക്രമിക്കുന്നു. പെൺകുട്ടിയെ കയറി റേപ്പ് ചെയ്യുന്നു. 3 പേരെ റേപ്പ് ചെയ്ത പെൺകുട്ടി തുണിയില്ലാതെ ഓടി രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുന്നു. സംഭവം പുറത്തുനിന്നറിയ ഹോട്ടലിൽ പോയിരുന്നെങ്കിൽ 1000-1500 രൂപയേ ഉള്ളൂ. നാട്ടുകാരും മുഴുവൻ നാറി, പെണ്ണിൻ്റെ മാനവും പോയി. ഈ കാമുകൻ ഇനി ഈ പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചിന്തിക്കാൻ. വർഷങ്ങൾക്ക് മുന്നേ ഒരു സിനിമ കണ്ടത് ഓർക്കുന്നുണ്ട്. എവിടെയോ ഹണിമൂൺ ആഘോഷിക്കാൻ പോയ ഭാര്യയും ഭർത്താവിനെയും ആരൊക്കെയോ മദ്യപിച്ചിട്ടുള്ള ആളുകൾ കയറി, അത് ഭാര്യയെ റേപ്പ് ചെയ്യുന്നു. പിന്നീട് അവരുടെ വിവാഹബന്ധം ആ ഒറ്റ കാരണത്താൽ തന്നെ തകർന്നു പോകുന്നത്. എന്തായാലും ഇവർ വിവാഹിതരല്ല. മറ്റൊരുത്തർ അല്ലെങ്കിൽ 3 പേര് ഉപയോഗിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ മാത്രം ഇവന് വിശാല മനസ്കനായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നതുമില്ല. അടുത്ത ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 3 പേർ കൂടെ ആയിട്ട് കാമുകൻ എന്ന് പറയുന്ന തെണ്ടി ഈ പെണ്ണിനെ കൊണ്ടുപോയി കൊടുത്ത് പണം വാങ്ങിയതാണോ എന്ന കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആളൊഴിഞ്ഞ സ്ഥലത്ത്, എറണാകുളം പോലെ ഒരു സ്ഥലത്ത് ഒരു പെണ്ണിനെ നട്ടപ്പാതിരയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ദുരൂഹതയുണ്ട്. ഇനി ഇവളെ HR മാനേജറായിരിക്കുന്ന കമ്പനിയിൽ ഇവളോട് എതിർപ്പുള്ള, ജോലി സ്ഥലത്ത് ഇവളോട് താല്പര്യമില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ ഇവനൊരു കൊട്ടേഷൻ കൊടുത്ത് ഇവനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പണി എടുപ്പിച്ചതാണോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ഒരു പ്രണയം അഭിനയിപ്പിച്ചതാണോ എന്ന് നമുക്കറിയില്ല. കാരണം നമുക്ക് സൂര്യനെല്ലി കേസിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി വിറ്റ് പണമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ഒരു ബസ്സിലെ കണ്ടക്ടർ കരുതി കൂട്ടി പെൺകുട്ടിയെ പ്രണയം നടിച്ചു വീഴിച്ച് അതിനെ കൊണ്ടുപോയി വിറ്റതാണ്. അപ്പോൾ ഇവിടെ HR മാനേജറായിരിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരുടെ ആരുടെയെങ്കിലും ഇവളോടുള്ള വൈരാഗ്യം തീർക്കാൻ ഇവനെ ഒരു കാമുക വേഷം കെട്ടിച്ച് വിട്ടതാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമാനമായ രീതിയിൽ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി അത്യാവശ്യം വന്ന ഒരു വാർത്ത കൂടെ ഈ ഒരു അവസരത്തിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അവർ പറയുന്ന കാര്യം, ഒരു 2 മാസമെങ്കിലും നമ്മൾ കാമുകനായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ നിശബ്ദമായിട്ട് നിരീക്ഷിക്കണം. അവൻ പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസം പറയുന്ന കാര്യം തന്നെയാണോ അടുത്ത ദിവസവും പറയുന്നത്, അവൻ്റെ നിലപാടിൽ ഉള്ള മാറ്റങ്ങൾ, അവൻ്റെ തീരുമാനങ്ങളെല്ലാം യുക്തിസഹജമാണോ എന്ന് ആലോചിച്ചൊക്കെ ഉറപ്പിച്ചിട്ട് അവനവൻ്റെ ഒരു നിലവാരത്തിന് ചേരുന്നവനാണ്, ഇവനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ഒരു ബോധ്യം വന്നതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ പ്രണയിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആളെ തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്ന ചില ചതിക്കുഴികളുടെ ബാക്കി പത്രമായിട്ടാണ് ഒന്നുകിൽ അക്രമാസക്തനായ അല്ലെങ്കിൽ
നുണ പറഞ്ഞ് പ്രണയത്തിൽ വീഴിക്കുക. അല്ലെങ്കിൽ കൂലിയില്ല തൊഴിലും ഇല്ലാത്തവന് ഞാൻ എഞ്ചിനീയറാണ്, എൻ്റെ വീട്ടിൽ ആനയുണ്ട്, പശുവിനെ തൊഴുത്തിലാണെങ്കിൽ 3 ആനയെ കെട്ടിയേക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രണയം സ്ഥാപിക്കും. അവസാനം കല്യാണം ഉറപ്പിക്കാൻ ചെല്ലുമ്പം ആട് കിടക്കുന്നിടത്ത് കൂടെ ഇല്ല എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞ മുഴുവൻ നുണയാണെന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇല്ലാത്ത ജോലിയൊക്കെ പറഞ്ഞ് ഒക്കെ പലപ്പോഴും പെൺകുട്ടികളെ പ്രണയം നടിച്ച് പ്രണയിക്കുക. അവസാനം സത്യം മനസ്സിലാകുമ്പോൾ പെൺകുട്ടി പ്രണയത്തിൽ നിന്ന് പിന്മാറുമ്പോഴാണ് പോയി വെടിവെച്ച് കൊല്ലുക, കുത്തിക്കൊല്ലുക. അവരുടെ ചിത്രങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പണ്ട് മൈഥിലി എന്നുള്ള നടിയുടെയൊക്കെ മാതിരി നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് എനിക്കില്ല ആർക്കും വേണ്ട, അല്ലെങ്കിൽ വെടക്കാക്കി തനിക്കാക്കുക, ഇത്തരത്തിലുള്ള പല നടപടികളിലേക്കും പോകുന്നത്. അപ്പം നമ്മൾ ഒരാളെ പ്രണയിക്കുന്ന ആളെ വിശ്വസിച്ചൊരിടത്ത് പോകുമ്പോൾ 4 വട്ടം ചിന്തിക്കണം. അത് കാമുകനെ മാത്രമല്ല, ഭർത്താവിനെ ആണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കണം. വിശ്വസിച്ച് ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള പങ്കാളി നമ്മളെ കൊല്ലാനാണോ കൊണ്ടുപോകണോ തിന്നാനാണോ, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ഭർത്താവ് വളരെ സ്നേഹത്തോടെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ, നല്ല ടൂർ പോകാം, നമുക്ക് പിക്നിക്ക് പോകാം എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ പതിവായിട്ട് വഴക്കാണ്, ഇയാൾ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ ഒഴിവാക്കാൻ ഇരിക്കുന്ന ഭർത്താവാണെങ്കിൽ ടൂറിൻ്റെ മറവിൽ വല്ല ബോട്ടിലോ ഒക്കെ കയറുമ്പോൾ തള്ളി താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയി ചത്തിട്ടിരിക്കും. ഈ ഹൗസ് ബോട്ട് ഓടുന്ന, ഇല്ലെങ്കിൽ ബോട്ടുകളും കപ്പലിലൊക്കെ പോകുന്ന സ്ഥലത്ത് CCTV ഒന്നും കടലിന് നടുക്കോ വെള്ളക്കെട്ടിന് അടുത്തോ ഈ കായലുകളിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് അത്യാവശ്യം ചിന്തിക്കണം. ഇങ്ങനെ ഇതൊന്നും ചിന്തിക്കാതെ കാമുകനെ അന്ധമായിട്ട് വിശ്വസിച്ച് പോയി നട്ടപ്പാതിരയ്ക്ക് ഒരു കെട്ടിടത്തിൻ്റെ 10ാം നിലയിൽ നിന്ന് നൂല് ബന്ധമില്ലാതെ ഒരു കമ്പനിയിലെ മാനേജറായിട്ടുള്ള പെൺകുട്ടിയെ ഓടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറേണ്ട വരുമ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബക്കാർക്ക്, അല്ലെങ്കിൽ ആ പെൺകുട്ടി അനുഭവിച്ച മനോവിഷമം എന്താണെന്ന് ചിന്തിക്കണം. അത് നട്ടപ്പാതിരയ്ക്ക് ഇറങ്ങി ഓടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. പോലീസുകാരുടെ മുന്നിലെ വിശുദ്ധരായ ജനങ്ങളൊന്നും അല്ലോ. ഈ നഗ്നരായിട്ട് മുന്നിലോട്ട് പോയി നിൽക്കുമ്പോൾ അവരുടെ ചോദ്യം ചെയ്യൽ, അവസാനം വിളിച്ച് വീട്ടുകാരെ ഏൽപ്പിക്കൽ, തിരിച്ചും മറിച്ച് എന്തിനാണ് അവിടെ പോയതെന്നുള്ള 10,000 ചോദ്യങ്ങൾ എല്ലാ പോലീസുകാരുടെ മുന്നിലൂടെ ഒരു വിസ്തരിച്ച് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതേ അവസാനം ന്യൂസ് പത്രത്തിൽ വന്നു. എന്തോ ഭാഗ്യം കൊണ്ട് അവർക്ക് അത്യാവശ്യം പിടിപാടുള്ളത് കൊണ്ട് മാത്രം പെൺകുട്ടിയുടെ ഫോട്ടോ വന്നിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ വിവരമൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. അത്ര മാത്രമേ ഉള്ളൂ. ഇതാർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് എല്ലാവരും ഓർമ്മിച്ച് വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും.